മാർക്കറ്റ് എങ്ങോട്ട് എന്നുള്ള എൻ്റെ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ എടുത്ത് പറഞ്ഞിരുന്നു. US ഫെഡിൻ്റെ ഡിസിഷനേക്കാളുപരി US ഫെഡിൻ്റെ കമൻട്രിയാണ് മാർക്കറ്റിനെ അടുത്ത് കൺട്രോൾ ചെയ്യാൻ പോകുന്നത് വലിയൊരു കാര്യം. US ഫെഡിൻ്റെ കമൻട്രി 2 ദിവസം മുമ്പ് വന്നത് നമ്മളെല്ലാം അറിഞ്ഞതാണ്. സോ കമൻട്രി വാസ് വെരി മച്ച് ഹോക്കിഷ് ആയിരുന്നു. 4 റേറ്റ് കറക്ഷൻ്റെ സ്ഥാനത്ത് അവർ മലക്കം പറഞ്ഞ് 2ലേക്ക് ഇപ്പോൾ മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് മാർക്കറ്റ്സ് അക്രോസ് ഗ്ലോബൽ മാർക്കറ്റ് കംപ്ലീറ്റ് വലിയൊരു കൊടുങ്കാറ്റിലേക്ക് പോയത്. ഇന്ന് വെളുപ്പിനുള്ള US ക്ലോസിംഗ് വാസ് ക്വൈറ്റ് ഗുഡ് ആക്ച്വലി. പക്ഷേ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഡൗ ജോൺസ് 800 പോയിന്റ് മുകളിലേക്ക് കയറി നിന്നിട്ടാണ് ഡൗ ജോൺസ് 500 പോയിന്റ് താഴെ വന്ന് ക്ലോസിംഗ് വീക്ക് ആയത് ശരിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റ് പോലും സത്യം പറഞ്ഞാൽ ഈ ഒരു അക്രോസ് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ വലിയൊരു ബെയറിഷ് ട്രെൻഡിൽ പെട്ടുപോയെന്ന് നമുക്ക് എടുത്ത് പറയേണ്ടി വരും. ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റ് ഇപ്പോഴും ലോയിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ഡബിൾ ബോട്ടം സപ്പോർട്ട് എടുക്കുന്ന വിചാരിച്ചു, ഡബിൾ ബോട്ടത്തിൽ നിന്നില്ല. നമ്മൾ ഫിബോനിച്ചി സപ്പോർട്ട് എടുക്കുക വിചാരിച്ചു, ഫിബോനിച്ചിയിൽ നിന്നില്ല. മാർക്കറ്റ് പുതിയ സപ്പോർട്ട് തേടിയുള്ള യാത്രയിലാണ്. പുതിയ സപ്പോർട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ടുള്ള കയറ്റത്തിൽ മാത്രമേ നിങ്ങളുടെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടുപോകാനുള്ള സാധ്യത എപ്പോഴും മാർക്കറ്റിലാണ്. ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഇന്ന് രാത്രിയിലാണ് നമ്മളുടെ ഷെഡ്യൂളായിട്ടുള്ള ഒരു ലേണിംഗ് ക്ലാസ്. താങ്കൾ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മൊബൈൽ പങ്കെടുക്കാൻ പാടില്ല. താങ്കൾ ടാബിലോ അല്ലെ ലാപ്ടോപ്പിലോ അല്ലെ ഡെസ്ക്ടോപ്പിലോ പങ്കെടുക്കാൻ പാടുള്ളൂ. കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സാണ്. ഞാൻ നിങ്ങൾക്കൊരു ബെറ്റർമെൻറ്റ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ തീർച്ചയായും അത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്താൽ മാത്രമേ അതുകൊണ്ടൊരു ബെറ്റർമെൻറ്റ് ഉണ്ടാകത്തുള്ളൂ എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. എനിക്ക് ലിങ്ക് റിക്വസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ സംസാരിക്കുമ്പോൾ ക്യാഷ് ഫ്ലോ എന്നുള്ള കൺസെപ്റ്റാണ്. ഇതിൻ്റെ അകത്ത് 3-4 കമ്പനികൾ ഞാൻ എക്സാമ്പിളായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ ഈ കമ്പനികളെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കാനേ പാടില്ല. എക്സാമ്പിളായിട്ട് മാത്രമാണ് ഞാൻ ഈ കമ്പനികളെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് പറയുന്നത് ഏത് ട്രേഡറും സ്റ്റോക്ക് സെലക്ഷനിൽ മനസ്സിലാക്കേണ്ട, ഉപയോഗിക്കേണ്ട ക്രിട്ടിക്കലായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പേരാണ് ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇപ്പം നമുക്ക് എല്ലാ മാസവും സാലറി കിട്ടുന്നു. ഈ സാലറി സഫീഷ്യൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. സഫീഷ്യൻ്റ് അല്ലെങ്കിൽ നമ്മൾ കടം മേടിക്കേണ്ടി വരും, നമ്മൾ പ്ലെഡ്ജ് ചെയ്യേണ്ടി വരും. പല കാര്യങ്ങളാണ് നമുക്ക് ഫാമിലി റൺ ചെയ്യാനായിട്ട് വേണ്ടത്. അതുകണക്ക് തന്നെ കമ്പനികളെ സംബന്ധിച്ച് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ, നമ്മൾ സംസാരിക്കുക ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയെ കുറിച്ചാണ്. ക്യാഷ് ഫ്ലോ 3 ടൈപ്പ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് ഉണ്ട്, ഇൻവെസ്റ്റിംഗ് ഉണ്ട്, ഫിനാൻസിംഗ് ഉണ്ട്. നമ്മൾ സംസാരിക്കുന്ന ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയെ കുറിച്ചാണ്. ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ കമ്പനിക്ക് ക്യാഷ് കിട്ടിയേ മതിയാകും. അത് വിത്തിൻ സ്റ്റിപ്പുലേറ്റ് ടൈമിനുള്ളിൽ ക്യാഷ് കിട്ടിയിരിക്കണം. ഇൻ കേസ് ക്യാഷ് കിട്ടാൻ ഡിലേ ആയി കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ച് കമ്പനിക്ക് റൺ ചെയ്ത് പോകാനായിട്ടുള്ള സാമ്പത്തികത്തിന് വേണ്ടി കമ്പനി കടം മേടിക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്യേണ്ടി വരും. പല കാര്യങ്ങൾ സംഭവിക്കും. കടം മേടിച്ചാൽ എന്ത് സംഭവിക്കുന്ന ഇൻട്രസ്റ്റ് കൂടുതൽ കൊടുക്കേണ്ടി വരും. കിട്ടാക്കടം കൂടുതലും കമ്പനിയുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കും, കമ്പനിയുടെ എക്സ്പാൻഷനെ ബാധിക്കും, കമ്പനിയുടെ പുതിയ പ്രൊഡക്ട്സിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും, കമ്പനിയുടെ ഓവറോൾ ഗ്രോത്തിനെ തീർച്ചയായും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഏത് സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ക്യാഷ് ഫ്ലോ സൂപ്പർബാണെന്ന്. എസ്പെഷ്യലി ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ സൂപ്പർബാണെങ്കിൽ മാത്രമേ നിങ്ങൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യാവുള്ളൂ. ക്യാഷ് ഫ്ലോ നമ്മൾ നോക്കേണ്ടത് ശരിക്കും ആനുവൽ ബേസിൽ നോക്കിയാൽ മതി. ചിലപ്പം 6 മാസ ബേസിൽ നോക്കുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് ഒക്കെ വന്നേക്കാം. ആനുവൽ ക്യാഷ് ഫ്ലോ നമ്മൾ കമ്പൾസറി ആയിട്ട് അറ്റ്ലീസ്റ്റ് 3 കൊല്ലത്തെ ക്യാഷ് ഫ്ലോ എങ്കിലും നമ്മൾ മനസ്സിലാക്കിയിടണം. ഈ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി നിയർ ടു നെറ്റ് പ്രോഫിറ്റ്. അതിൻ്റെ അകത്ത് അൺകോംപ്രമൈസിംഗ് ആണ്. നെറ്റ് പ്രോഫിറ്റിനെ കാലം കൂടിക്കിടന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ പ്രൊഡക്ട്സിന് മാർക്കറ്റിൽ ഹ്യൂജ് ഡിമാൻഡാണ് സംഭവിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ്സിനെ കാലം കൂടിക്കിടന്നാൽ സൂപ്പർ ഡിമാൻഡാണ് പ്രൊഡക്ട്സിനെ കാണിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിനൊപ്പം തന്നെ ക്യാഷ് ഫ്ലോയും വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം കിട്ടാക്കട കമ്പനിയെ സംബന്ധിച്ച് വളരെ കുറവാണ്. കമ്പനി ഈസ് മാനേജിങ് ദി ബിസിനസ്. ശരിക്കും പറഞ്ഞാൽ ഒരു സാധനം വിറ്റാൽ കാശ് കിട്ടിയാൽ മാത്രമേ കറക്റ്റായിട്ട് കാശ് കിട്ടിയെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. കമ്പനി കിട്ടാക്കടമൊന്നും ഇല്ലാതെ ബെസ്റ്റായിട്ട് റൺ ചെയ്ത് പോവാണ്. ഇങ്ങനത്തെ കമ്പനികൾ മാത്രമേ നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യം ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള കാര്യമാണ്. ഇത് കോംപ്രമൈസ് ചെയ്താൽ എല്ലാ കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പല ആൾക്കാരും സ്റ്റോക്കിലൊക്കെ പെട്ടുപോകുന്നത് ഈ ഒരു പാർട്ട് നോക്കാത്തതുകൊണ്ടാണെന്ന് എടുത്തു പറയേണ്ടി വരുന്നു. ശരിക്കും അത് ക്യാഷ് ഫ്ലോയ്ക്ക് വളരെ സിമ്പിളാണ്. ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത് ഞാൻ മണി കൺട്രോൾ വെച്ച് നമുക്ക് ക്യാഷ് ഫ്ലോ അനലൈസ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ മണി കൺട്രോളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഫ്രണ്ട്സ്, ക്യാഷ് ഫ്ലോ അനാലിസിസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഇപ്പം ഗവൺമെൻറ് സപ്ലൈ ചെയ്യുന്ന കമ്പനീസിൽ സാധാരണ ഗവൺമെൻറ് പേയ്മെൻറ്റ് ആകാനായിട്ട് മേ ബി സ്ലൈറ്റ് ഡിലേ വരാറുണ്ട്. മേ ബി 3 മന്ത്സ്, മേ ബി 6 മന്ത്സ് വരാറുണ്ട്. നമ്മൾ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ക്യാഷ് ഫ്ലോ അനാലിസിസ് നമ്മൾ ചെയ്യാവുള്ളൂ. ഗവൺമെൻറ് കംപ്ലീറ്റ് സപ്ലൈ ചെയ്യുന്ന കമ്പനിയെ സംബന്ധിച്ച് ക്യാഷ് പോവില്ല, ക്യാഷ് എന്തായാലും കിട്ടും. മേ ബി ഡിലേ അങ്ങോട്ടും വരാൻ സാധ്യതയുണ്ടെന്നല്ലാതെ ക്യാഷ് വാസ് 100% സെക്യൂർഡ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം കമ്പനികൾ ആർക്കാണ് സപ്ലൈ ചെയ്യുന്നത്, എവിടെ നിന്നാണ് കാശ് കിട്ടാണെന്നുള്ളതും കൂടെ മനസ്സിലാക്കിയാൽ നമുക്ക് ക്യാഷ് ഫ്ലോ അനാലിസിസ് നമുക്ക് കുറച്ചുകൂടെ വൈസായിട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കും. ഫ്രണ്ട്സ്, നമ്മൾ ക്യാഷ് ഫ്ലോ അനാലിസിസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മണി കൺട്രോൾ പ്രോയാണ് ഉപയോഗിക്കുന്നത്. ക്യാഷ് ഫ്ലോ അനാലിസിസിൽ നമുക്കിവിടെ സ്റ്റോക്കിൻ്റെ പേര് ടൈപ്പ് ചെയ്യാം. ഏത് സ്റ്റോക്കാണ് നമുക്ക് TCS ഒന്ന് നമുക്ക് എടുത്തു നോക്കാം. അത് ടോപ്പ് കമ്പനിയാണല്ലോ TCS. ടാറ്റ കൺസൾട്ട് സർവീസസ്. നേരെ താഴെ പോയപ്പോൾ നിങ്ങൾക്ക് TCSൻ്റെ ഫിനാൻഷ്യൽസ് എന്ന് പറയുന്ന ഒരു പേജിലേക്ക് എത്തും. അത് ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പേജ് കിട്ടി. ഓവർവ്യൂ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ, റേഷ്യോസ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് ആനുവൽ എടുക്കുക. നമുക്ക് ആനുവൽ മതി. അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് 3 ഇയേഴ്സിലെ സെയിൽസിൻ്റെ ഒന്ന് അനലൈസ് ചെയ്യുക. സെയിൽസ് മാർച്ച് 2022 191,754, 20 മുതൽ 225,458, 24 240,893. ദാറ്റ് മീൻസ് സെയിൽസ് ഈസ് ഇംപ്രൂവിംഗ് ലൈക്ക് എനിത്തിങ്. അതാണ് ഒന്നാമത്തെ കാര്യം. നെറ്റ് പ്രോഫിറ്റ് ലാസ്റ്റ് 3 ഇയേഴ്സ് 38,449 കോടി, 42,000 കോടി, 46,000 കോടി. ഇത് മൂന്നുമാണ് ലാസ്റ്റ് 3 ഇയേഴ്സിലെ നെറ്റ് പ്രോഫിറ്റ്. ഇനി ക്യാഷ് ഫ്ലോ എന്ന് പോവുക. ക്യാഷ് ഫ്ലോ നമ്മൾ എടുക്കേണ്ടത് ക്യാഷ് ഫ്ലോയിലെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആണ്. ലാസ്റ്റ് 3 ഇയേഴ്സ് മാർച്ച് 39,949 എന്ന് വെച്ചാൽ അന്നത്തെ നെറ്റ് പ്രോഫിറ്റിനെക്കാളും മുകളിലാണ്. മാർച്ച് 2020 മുതൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ അടുത്താണ്. മാർച്ച് 2024 നെറ്റ് പ്രോഫിറ്റിനെക്കാളും മുകളിലാണ്. ഇങ്ങനത്തെ കമ്പനീസ് വേണം. ഇതൊരു എക്സാമ്പിളായിട്ട് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ സ്റ്റോക്ക് സെലക്ഷനിൽ ഇങ്ങനത്തെ സൂപ്പർബായിട്ടുള്ള ഓപ്പറേറ്റിംഗ് ആക്റ്റുള്ള കമ്പനി വേണം നിങ്ങൾ കൂടുതലായിട്ട് എപ്പോഴും ഫോക്കസ് ചെയ്യാനായിട്ട്. നമുക്ക് ഇൻഫോസിസ് ഒന്ന് നോക്കാം. ഇൻഫോസിസിൻ്റെ പേജിലാണ് നമ്മൾ നിൽക്കുന്നത്. നേരെ താഴെ പോവുക, ഫിനാൻഷ്യൽസ് ക്ലിക്ക് ചെയ്യുക, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക, ആനുവൽ എടുക്കുക, സെയിൽസ് ലാസ്റ്റ് 3 ഇയേഴ്സ് 121,641, 146,767, 153. സോ സെയിൽസ് ഗ്രോത്ത് സ്റ്റേബിൾ ഗ്രോത്ത് ആണ് കൊടുക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് 22,000, 24,000, 26,000. ഇനി നിങ്ങൾ ക്യാഷ് ഫ്ലോയിലേക്ക് പോവുക. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ലാസ്റ്റ് 3 ഇയേഴ്സ് 23, 22, 25. ഓൾമോസ്റ്റ് സിമിലർ ടു നെറ്റ് പ്രോഫിറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് 2 സ്മോൾ ക്യാപ് കമ്പനി എടുത്ത് നോക്കാം. ജിൻഡാർസോയുടെ ക്യാഷ് ഫ്ലോ ആണ് നമ്മളിന്ന് അനലൈസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽസ് ക്ലിക്ക് ചെയ്യുക, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക, ആനുവൽ എടുക്കുക, സെയിൽസ് ലാസ്റ്റ് 3 ഇയേഴ്സ് 13, 298, 17, 20, 21, 13, 18, 21. നെറ്റ് പ്രോഫിറ്റ് 375, 443, 1,593. ക്യാഷ് ഫ്ലോ എടുക്കുക. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ 73, 1617, 2592. എക്സലൻറ്റ് ക്യാഷ് ഫ്ലോ ആണല്ലേ. നെറ്റ് പ്രോഫിറ്റേക്കാളും മേളിൽ അതിനോട് ചേർന്ന് നടക്കുന്ന ക്യാഷ് ഫ്ലോ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് വേറൊരു കമ്പനി കൂടെ എടുക്കാം. കമ്പനിയുടെ പേര് ഈ കോളത്തിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ആക്ഷൻ കൺസ്ട്രക്ഷൻ എടുക്കാം. ACE ആക്ഷൻ കൺസ്ട്രക്ഷൻ. കമ്പനിയുടെ പേര് വന്നു. നേരെ താഴത്തേക്ക് പോവുക, ഫിനാൻഷ്യൽസ് എടുക്കുക, ഫിനാൻഷ്യൽസ് ക്ലിക്ക് ചെയ്യുക, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. നമ്മൾക്ക് ആനുവലാണ് വേണ്ടത്. നമ്മൾ സെയിൽസ് ആനുവൽ എടുക്കുക. ആനുവൽ നോക്കാൻ നേരത്ത് 1,629, 2159, 2913. നെറ്റ് പ്രോഫിറ്റ് 105, 172, 328. ക്യാഷ് ഫ്ലോ എടുക്കുക. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ 108, 274, 431. എക്സലൻറ്റ് ക്യാഷ് ഫ്ലോ ആണ് വന്നിരിക്കുന്നത്. നമ്മൾക്ക് ക്യാഷ് ഫ്ലോ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ കമ്പനിക്ക് ഗ്രോത്ത് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള പൈസ കയ്യിൽ കമ്പനിയുടെ കാണത്തുള്ളൂ. അത് അത്യാവശ്യമാണ് ഏത് കമ്പനിയെ സംബന്ധിച്ചും. ഞാൻ ഈ കാണിച്ച 4 കമ്പനികളും എക്സാമ്പിളായിട്ട് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. നല്ല സ്റ്റോക്കുകൾ, എക്സലൻറ്റ് ഫണ്ടേ വരുന്ന സ്റ്റോക്കുകൾക്ക് ബെസ്റ്റ് ക്യാഷ് ഫ്ലോ കൂടെ വന്നാൽ മാത്രമേ സ്റ്റോക്കുകളെ നിങ്ങൾ പിക്ക് ചെയ്യാവുള്ളൂ എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. അല്ലെങ്കിൽ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് പറയുന്നു. നമ്മൾ സ്റ്റോക്ക് സെലക്ഷനിൽ നമുക്ക് പാളിച്ച് വരാൻ പാടില്ല എന്നുള്ള പോയിന്റിലാണ് ഈ ഒരു വീഡിയോ തന്നെ ഞാൻ റിലീസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ടൂളാണ് ക്യാഷ് ഫ്ലോ. ഒരു കാരണവശാലും ഇത് കോംപ്രസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നു.